ഈ മോട്ടിവേഷൻ കൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. അത്ര ഡിഗ്രിയിൽ എത്താൻ പറ്റാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു നിരാശയുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിരാശയായിരിക്കും, ഡിപ്രഷനിലേക്ക് പോകും. മോട്ടിവേഷൻ കൊണ്ട് വല്ല ഗുണം ഉണ്ടായോ? ഇല്ല. പക്ഷെ ലൈഫിൽ ഏതെങ്കിലും മൊമെന്റിൽ നമുക്ക് മോട്ടിവേഷൻ വേണ്ടേ? എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് വരെയും നയിക്കുന്ന ഒരു നാട് വിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി നയിക്കുന്ന രീതിയിലേക്ക് 4 കോടി രൂപ വരെയും ഗെയിൻ ചെയ്തു. അത് വിഡ്രോ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഈ ട്രേഡിങ്ങും സ്പിരിച്വാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു എനർജി, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ. പക്ഷെ അത് മോട്ടിവേഷൻ ഇന്നത്തെ കാലത്ത് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മോട്ടിവേറ്റർമാർ ഒരുപാടുണ്ട്. ഈ മോട്ടിവേഷൻ കൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം രാഹുലിന് ഉള്ളില് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രാഹുലിന് ഈ ഒരു ലിമിറ്റ് വരെയും ഈ ഒരു ഡിഗ്രി വരെയേ പോകാൻ പറ്റുള്ളൂ. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്ക് വളരെയധികം എക്സ്ട്രീം ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഒരാളാണ്. ആള് പറയുന്നത് കേട്ട് രാഹുൽ എന്തെങ്കിലും ചെയ്താൽ രാഹുലിന് അത്രമേൽ ഒരു എക്സൽ ചെയ്യാൻ കഴിയാതിരിക്കുക, അത്ര ഡിഗ്രിയിൽ എത്താൻ പറ്റാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു നിരാശയുണ്ട്. മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയിൽ ഉള്ള പേഴ്സണാലിറ്റി അല്ല രാഹുലിനുള്ളത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിരാശയായിരിക്കും, ഡിപ്രഷനിലേക്ക് പോകും. മോട്ടിവേഷൻ കൊണ്ട് വല്ല ഗുണം ഉണ്ടായോ? ഇല്ല. അവർ എക്സ്പീരിയൻസ് ചെയ്ത, അവരനുഭവിച്ച, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് പോയ ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന ഒരു എനർജി 1 or 2 ദിവസം 3 ദിവസമോ മാക്സിമം പോയാൽ 1 വീക്ക്. അത് കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന് ദേഷ്യം വരുമ്പോഴോ, അദ്ദേഹത്തിന് ഇഷ്ടങ്ങൾ വരുമ്പോഴോ, അദ്ദേഹത്തിന് സങ്കടം വരുമ്പോഴോ അദ്ദേഹം എടുക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് രാഹുലിന് അത് എന്താണെന്ന് അറിയില്ല. അറിയാതെയാണ് രാഹുൽ അങ്ങോട്ട് സഞ്ചരിക്കുന്നത്. ആ സഞ്ചാരം നിങ്ങളെ നിരാശയിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല, മറ്റൊരാളെന്തെങ്കിലും പറഞ്ഞു തന്നാൽ പോലെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിൽക്കുന്ന കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കൂടിയും ഈ നിരാശ വന്നിട്ട് അവിടെ പോക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ലൈഫിൽ ഏതെങ്കിലും മൊമെന്റിൽ നമുക്ക് മോട്ടിവേഷൻ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളെ നിങ്ങൾ റിയലൈസ് ചെയ്തിട്ട്. മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞൊരു സിനിമ നമുക്കൊരു വലിയ ഉപദേശം തരുന്നുണ്ട്. അതായത് വലിയൊരു തിരിച്ചറിവ് തരുന്നുണ്ട്. അതിൽ വരുന്ന സണ്ണി എന്ന് പറഞ്ഞ ഡോക്ടർക്ക്, അദ്ദേഹം ലോകമറിയുന്നൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് മെഡിസിൻ കൊണ്ടിട്ട് ഗംഗയെ ചികിത്സിക്കാമായിരുന്നു. പക്ഷേ ആ മെഡിസിൻ കൊണ്ട് ചികിത്സിച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലും ഇൻസിഡന്റ് വരുമ്പോൾ വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് ഗംഗ പോകും എന്ന ഉറപ്പുള്ളത് കൊണ്ട് ഗംഗയുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് ഗംഗ തിരിച്ചറിഞ്ഞ് അതിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു സണ്ണി ആഗ്രഹിച്ചത്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്ഥിതി, അല്ലെങ്കിൽ നിങ്ങളിൽ സംഭവിക്കുന്ന ഇമോഷൻസ് എന്താണ്, നിങ്ങളുടെ അസുഖങ്ങൾ എന്താണ്, നിങ്ങളുടെ മൈൻഡിൻ്റെ പവർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ അതിൽ നിന്ന് റൂട്ട് തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളായി തന്നെ നിൽക്കാൻ കഴിയും. ഇതിന് നമുക്ക് ആരെങ്കിലും സഹായം വേണ്ടേ? അതിനല്ലേ ഈ മോട്ടിവേറ്റർമാരൊക്കെ ഉള്ളത്. പക്ഷേ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്, നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ളവരുടെ മോട്ടിവേഷൻ മാത്രം ശ്രവിക്കുക. നമ്മളിപ്പോൾ ഒരു മോട്ടിവേഷനെ സംബന്ധിച്ചുള്ളൊരു ബുക്ക് വായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ കേൾക്കുകയാണ്. നിങ്ങൾക്ക് പറ്റാത്ത കാര്യം എടുത്തിട്ട് നിങ്ങൾ അതിൽ നിരാശപ്പെടുന്നതിലും നല്ലതല്ലേ അത് കേൾക്കാതിരിക്കുന്നത്? അപ്പൊ സ്വയം തിരിച്ചറിയുക, രാഹുലിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കേട്ടു, ഓക്കെ, അതൊരു സൈഡിൽ വെച്ചോളൂ. എന്നിട്ട് രാഹുലിന് ഇതിൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ കഴിയുക? നമ്മുടെ എല്ലാവരുടെയും ഇൻബോൺ ആയ ഒരു ക്യാരക്ടർ ഉണ്ട്. ഈ ക്യാരക്ടറിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന, നമുക്ക് വിവേകത്തോടു കൂടി ചെയ്യാനും ചിന്തിക്കാനും കഴിയുന്ന ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിലേക്ക് നിങ്ങൾ തിരിച്ചു നടക്കൂ. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞു തരുന്നത് കേട്ടിട്ട് നമുക്ക് അതുപോലെ ആവാൻ പറ്റില്ല. അവിടെയാണ് ഈ സെൽഫ് റെസ്പെക്ട് ഇല്ലാതെയാവുന്നത്, സെൽഫ് ലവ് ഇല്ലാതെയാവുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലാണെങ്കിൽ എവിടെ നോക്കിയാലും കാണുന്നൊരു സാധനമാണ്. അത് ഈ 24/7 ജോബ് അത് കളഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക, സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ആളുകൾ മോട്ടിവേഷൻ കൊടുക്കുന്നത്. ഈ മെട്രിക്സിൽ നിന്നും നിങ്ങൾ എക്സിറ്റ് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്നും മാറി ചിന്തിക്കുക. 99% പേരും ചിന്തിക്കാതെ മറ്റൊരു അല്ലെങ്കിൽ 1% ആൾക്കാർ എങ്ങനെയാണോ ഇവിടെ റിച്ച് ആയിട്ട് വെൽത്തി ആയിട്ട് ജീവിക്കുന്നത് അതേപോലെ ജീവിക്കുക. ഇതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പോൾ ഈ മോട്ടിവേഷൻ ഫേക്ക് ആണോ? ആ മോട്ടിവേഷൻ ഒരിക്കലും ഫേക്ക് അല്ല. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാം.
നിങ്ങൾക്ക് പാതി വഴിയിൽ അത് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ഒരു ബിസിനസ് ജോലി ചെയ്തിരിക്കുന്ന ആൾ ഒരു ഷെല്ലിനകത്താണ്, ഒരു കംഫർട്ട് സോണിലാണ്. അയാൾ 9 to 5 ജോലി ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, TV കാണുന്നു, എന്തെങ്കിലും ജിമ്മിൽ പോകുന്നു, അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന്റെ ലൈഫ് പോവുകയാണ്. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി മാറുമ്പോൾ 24/7 ആൾക്ക് ബിസിനസ്സിൽ കോൺസെൻട്രേഷൻ കൊടുക്കണം. കാരണം ഇദ്ദേഹം ഓണായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, നമ്മളുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ അതിൽ 24/7 വർക്ക് ചെയ്താൽ മാത്രമാണ് അതിലൊരു ഗെയിൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ടാവും. അതിൽ വരുന്ന ലോസും അതിൽ വരുന്ന എല്ലാ സിറ്റുവേഷനും നമ്മൾ ഫേസ് ചെയ്യണം. ഈ ലോസ്, നഷ്ടം ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അദ്ദേഹം ബിസിനസ് ചെയ്ത് നഷ്ടം വന്നാൽ അദ്ദേഹം ആദ്യം ചിന്തിക്കുന്നത് എന്താ അറിയുമോ, എൻ്റെ നല്ലൊരു ജോലി കളഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വന്നു, ഉള്ള കോൺഫിഡൻസ് പോയി, ഇനി മറ്റൊരാളെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് വരെയും നയിക്കുന്ന, ഒരു നാട് വിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി നയിക്കുന്ന രീതിയിലേക്ക് അത് സംഭവിക്കപ്പെടാം. ഈ ഒരു ഹൈപ്പ് വന്നത് ഈ ട്രേഡിങ് അത് കോവിഡിന് ശേഷം കുറച്ചുകൂടെ ട്രെൻഡിങ് ആയ സമയത്തായിരുന്നു. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയെല്ലാം ഉപേക്ഷിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുക, അങ്ങനെയായിരുന്നു ആ ഒരു മോട്ടിവേഷൻ. ആ ഒരു പീക്ക് കഴിഞ്ഞ് ഇപ്പോൾ ആളുകൾക്കെല്ലാം മനസ്സിലായി എന്താണ് ഇതിന്റെ റിയാലിറ്റി എന്ന്. അപ്പൊ അതിന്റെ സെറ്റിലായി കുറെ ആൾക്കാർ. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ കൊണ്ട് ജീവിതത്തിൽ മാറിയ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. സ്വത്തുക്കൾ വരെയും നഷ്ടപ്പെട്ട് കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും ഇറക്കി FD ഇട്ടത് വരെയും പൊട്ടിച്ചതിനകത്തേക്ക് ഇട്ടിട്ട് അവസാനം അതിൽ നിന്ന് ഒരു പ്രോഫിറ്റും കിട്ടാതെ കടം ബാക്കിയായ ആളുകളെ എനിക്കറിയാം. 4 കോടി നഷ്ടപ്പെട്ട ഒരു ആളെ എനിക്കറിയാം വളരെ വ്യക്തമായിട്ട്. അദ്ദേഹം കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയിപ്പോയൊരവസ്ഥയായിരുന്നു ജീവിതത്തിൽ നിന്ന് തിരിച്ചു വന്നത്, കംപ്ലീറ്റ്ലി. കാരണം ഇദ്ദേഹം എല്ലാം അതിനകത്തേക്ക് മുടക്കിയിരുന്നു, ലോൺ എടുത്ത് വരെയും പൈസ അതിലേക്ക് ഇട്ടിരുന്നു, ഈ ട്രേഡിങ്ങിലേക്ക്. അവസാനം ഒറ്റ ദിവസം കൊണ്ടിട്ടാണ് അതെല്ലാം ഹാക്ക് ചെയ്ത് ആരോ കൊണ്ടുപോയത്. 4 കോടി രൂപ വരെയും ഗെയിൻ ചെയ്തു. അത് വിഡ്രോ ചെയ്യാൻ നോക്കുന്ന സമയത്ത് പറ്റുന്നില്ല. അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം ഒരു അധ്യാപകനാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ജോലി കളഞ്ഞോ? സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു അബദ്ധം അത്. കുറച്ച് പൈസ ഇങ്ങ് വന്നു കഴിയുമ്പോൾ ട്രേഡിങ്ങിലൊക്കെ ജോലി ആദ്യം അങ്ങ് രാജിവെക്കും. ഇല്ല, ജോലി രാജിവെച്ചില്ല, കിട്ടുന്ന സമയമാണ് ഞാനിത് ചെയ്തത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ലീവ് എടുത്തിട്ടാണ് ഞാൻ ഈ ട്രേഡിങ്ങിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. താങ്ക് ഗോഡ്. അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് ഭൂലോകത്തുണ്ടാവില്ല. ഒരു പ്രൊഫസറാണെന്ന് ഓർക്കണം. കാരണം അത്രമേൽ ട്രോമ ആയി പോവും. കയ്യിലുള്ളതെല്ലാം ലോൺ എടുത്തും വണ്ടിയുടെ പേപ്പർ CC ചെയ്തിട്ടും ഒക്കെയാണ് ഇദ്ദേഹം ഈ പൈസ ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. ഇതെല്ലാം തിരിച്ചടക്കണ്ടേ? തിരിച്ചടക്കാൻ എന്ത് ചെയ്യും? ഈ 4 കോടി കിട്ടിയ ഇതെല്ലാം വിഡ്രോ ചെയ്ത് ഹാപ്പി ആവാം, ലൈഫ് സെറ്റിൽ ആകാം എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മളെ കൊണ്ടതെല്ലാം ചെയ്യിക്കുന്നത്. പക്ഷേ ഒരാളുടെ മോട്ടിവേഷൻ കേട്ടിട്ട് ഈ ട്രേഡിങ്ങിൽ ഇത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞ് അവരെ സ്കെയിൽ ചെയ്ത് കാണിക്കുകയാണല്ലോ. ഇത്രയാണ് ഇതിൻ്റെ സ്കെയിൽ, ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് കാണിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും മോട്ടിവേറ്റഡ് ആയി പോവുകയാണ്. പക്ഷേ ആ സ്കെയിൽ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം എത്ര എമൗണ്ട് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ അതിനെ മാറ്റണം എന്നറിയാം. ഈ ട്രേഡിങ്ങും സ്പിരിച്വാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് അത്ര വലിയ ജ്ഞാനത്തോടു കൂടി പറയാൻ അറിയില്ല. അതുകൊണ്ട് നമുക്ക് അല്ല, ഞാൻ ചോദിച്ചത്, ഇപ്പം ഈ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും പറയും ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻ വേണം, ലൈഫിലൊരു സന്യാസി എങ്ങനെയാണോ പോകുന്നത് അതേപോലെ മൈൻഡും എല്ലാം അത്രത്തോളം പെർഫെക്റ്റ് ആവണമെന്ന് പറഞ്ഞു. അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, കാരണം ഇന്ന ടൈമിൽ ട്രേഡിങ്ങിന് കയറി അത് വളരെ കീനായിട്ട് വേറെ എല്ലാ ചിന്തകളും വിട്ട് കീനായിട്ട് വാച്ച് ചെയ്ത് അതിൽ നമ്മൾ കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പം നമുക്ക് ഇതിനോട് ബന്ധിപ്പിക്കാൻ കഴിയുമോ എന്നും എനിക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് ആ പാർട്ട് ഞാൻ മാറ്റിവെക്കുന്നു. എനിവേ, ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പം ഇദ്ദേഹത്തിന് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജോലി കളയാതെ ഇരുന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെയും ആ കുടുംബത്തിൻ്റെയും ഭാഗ്യം എന്ന് തന്നെ പറയാം. പലപ്പോഴും നമ്മൾ മറ്റൊരാളുടെ വാക്ക് കേട്ട് ഇവർ കാണിക്കുന്ന സ്കെയിൽ അനുസരിച്ച് പോകുമ്പോൾ നമുക്ക് അവിടെ ചില അബദ്ധങ്ങൾ സംഭവിക്കപ്പെടാം. കാരണം നിങ്ങളുടെ ഒരു ഡെപ്ത്, ചിന്തിക്കാനുള്ള ഡെപ്ത് ഒരു പക്ഷേ നിങ്ങളിലേക്ക് സ്കെയിൽ ചെയ്യുന്ന, സ്റ്റെപ്പ് ചെയ്യുന്ന ആളിലേക്ക് അത് സംഭവിക്കണം എന്നില്ല. അവിടെ ഈ മോട്ടിവേഷൻ കൊണ്ടെടുത്ത് ചാടിയ അബദ്ധം എന്താ സംഭവിച്ചത്? ഇദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള, വല്ല മാനസികാസുഖം വരാനുള്ള അവസ്ഥയിലേക്കൊക്കെ അത്ര പ്രഷർ താങ്ങാനുള്ള ശേഷിയില്ല. നമ്മൾ സാധാരണ മനുഷ്യരല്ലേ. നമ്മൾ ഈ പറയുന്ന 74 ലക്ഷത്തിൽ പരം ബോഡീസ് ഭൂമിയിലുണ്ട്.
ഈ പറയുന്ന ജീവനുള്ള ബോഡീസ് ഭൂമിയിലുണ്ട്. അതിൽ ഏറ്റവും അൺലിമിറ്റഡ് ആയ കഴിവുകളുള്ള മനുഷ്യ ആണ് ഏറ്റവും വലിയതാണ് നമ്മൾ എന്ന് പറയുന്ന സ്പീഷ്യസ്, മനുഷ്യൻ എന്ന് പറയുന്ന സ്പീഷ്യസ്. കഴിവുകൾ കൊണ്ട് അപാരമായ സംഭവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പക്ഷേ ഇതുപോലെ തന്നെ കംപ്ലീറ്റ്ലി നില്ലാകുന്ന അവസ്ഥയും സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. ഇത് രണ്ടും നമ്മളിലുണ്ട്. അവിടെയാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുക. നിങ്ങൾക്ക് ഏത് ലിമിറ്റ് വരെയും പോകാൻ പറ്റും. നമ്മുടെ ലിമിറ്റ് നമ്മൾ തന്നെ നിശ്ചയിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നമ്മൾ തീരുവല്ല, നിന്നുപോകും. അതൊരു വസ്തുത തന്നെയാണ്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. ലിമിറ്റിനപ്പുറത്തേക്ക് പോയിട്ട് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു എനർജി, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറില്ലേ? അയ്യോ ഞാനിത് എനിക്ക് പറ്റില്ല, ഇത് ഈ ഒരു റേ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുപോലെ തന്നെയാണത്. ക്വിറ്റ് ചെയ്യേണ്ട സമയമാകുമ്പോൾ നമ്മൾ ക്വിറ്റ് ചെയ്യേണ്ട സമയമാകുന്നു എന്ന് നമുക്ക് തോന്നുന്നു. നമ്മളൊരു ഹഡൽസ് കടന്ന് നമ്മൾ എത്തുകയാണ്. ഓക്കെ, ഈ പോയിന്റിൽ എനിക്ക് ഇവിടെ ഒരു നാരോ ലൈൻ എനിക്ക് വരയ്ക്കണം. ആരും അറിയണ്ട ഞാനിവിടെ ഒരു നാരോ ലൈൻ വരച്ചു എന്ന് വെച്ചിട്ട് ഞാൻ പരാജയപ്പെട്ട് പിന്മാറുന്നു എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവരിൽ ജനിക്കും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ ആരും അറിയണ്ട. പക്ഷെ ഞാനിവിടെ ഒരു നാരോ ലൈൻ വരയ്ക്കുന്നു. ഞാൻ അവിടെ പഠിക്കട്ടെ, ഈ നാരോ ലൈനിൽ നിന്ന് എനിക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് റിയലൈസ് ചെയ്യട്ടെ. എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. അതിനുശേഷം ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാം. നമുക്ക് കേൾക്കാം, മോട്ടിവേഷൻ സംസാരിക്കുന്ന ആളുകളുടെ എല്ലാം കേൾക്കാം. എനിക്കൊന്ന് പല ആളുകളും ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് യൂട്യൂബിലൊക്കെ ഉള്ള ഒരുപാട് സജഷൻസ് ഉണ്ട്. മ്യൂസിക് അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പണം വരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം കേട്ടിട്ടാണ് തോന്നുന്നു കിടക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ അവർക്കുണ്ടാവുമോ? അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ ചില ഗുണങ്ങൾ ചിലരിൽ സംഭവിക്കപ്പെടാം. പക്ഷെ വെറുതെ അങ്ങനെ കേട്ട് കിടന്നതുകൊണ്ട് ഗുണം ഉണ്ടാവണം എന്നില്ല. നമ്മൾ വെൽത്ത് മാസ്റ്ററിയുടെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കഴിവിനനുസരിച്ച് ഇതിൽ എക്സൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിലേക്ക് കുറെ ജേണൽ എഴുതുകയും ആ ജേണലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ഗുണം ഉണ്ടാകും. പക്ഷെ കണ്ടിന്യൂസ്ലി ചെയ്യണം. 369 എന്ന് പറയുന്ന, ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 369 എന്ന് പറയുന്ന ടെസ്ല കോഡ് പ്രകാരം നമുക്ക് പല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. മോർണിംഗ് 3 ടൈംസ്, ഉച്ചയ്ക്ക് 6 ടൈംസ്, കിടക്കുന്നതിന് മുമ്പ് 9 ടൈംസ് നമ്മൾ എഴുതുകയും ആ കാര്യത്തിൽ ഏതിനെയാണോ നമ്മൾ ആകർഷിക്കുന്നത്. സ്വിച്ച് വേർഡ്സിന് ഒരു കാര്യമുണ്ട്, നമ്മൾ ആ പ്രസന്റ് മൊമെന്റിൽ എഴുതണം. പാസ്റ്റിലെ നഷ്ടങ്ങളെ കുറിച്ചൊന്നും എഴുതരുത്. പ്രസന്റ് ആ ഒരു കറണ്ട് സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആ ഒരു മൈക്രോ സെക്കൻഡിൽ നിങ്ങൾ അതിനെ എഴുതേണ്ടത്. എന്നിട്ട് അത് ഫ്യൂച്ചറിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള വിഷ്വലൈസേഷനും അഫോർമേഷൻസും ഒക്കെ അതിൽ സംഭവിക്കപ്പെടാം. അതിലൊക്കെ ചെയ്യണം നിങ്ങൾ. അതിനുശേഷം വർക്കും കൂടി ചെയ്യണം. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് നിങ്ങൾക്കിത് എഴുതി, അല്ലെങ്കിൽ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്തു അഫോർമേഷൻ, പക്ഷേ അത് സംഭവിക്കപ്പെടുമായിരിക്കാം. അതിൻ്റെ ടൈം പീരീഡ് ലാഗ് ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ മോട്ടിവേഷനിലും വിശ്വസിക്കരുത്, എല്ലാത്തിലും വിശ്വസിക്കരുത്. നിങ്ങളിൽ പറ്റുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക. എത്ര ഭാരം, ഇപ്പം രാഹുലിനെ സംബന്ധിച്ച് ഞാനൊരു 100 കിലോ എടുത്ത് തലയിൽ വെച്ച് തന്നാൽ രാഹുലിന് അതുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. നിങ്ങളുടെ പൊക്കത്തിന്റെയും ആരോഗ്യത്തിന്റെയും അനുസരിച്ച് ഒരു വെയിറ്റ് നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കുകയുള്ളൂ. ആ വെയിറ്റിനുള്ള നിങ്ങൾ താങ്ങിയാൽ മതി. അതിനുശേഷം ഈ വെയിറ്റ് താങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആവും എങ്ങനെ ഹോൾഡ് ചെയ്യണം. ഈ പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പുറത്തൊക്കെ ഇങ്ങനെ വലിയ ചാക്കുകൾ, കിൻഡൽ ചാക്കുകളൊക്കെ എടുക്കുന്നു. നമ്മളോർക്ക് ഇത്ര ആരോഗ്യം കുറഞ്ഞ മനുഷ്യന് ഇത് എങ്ങനെ എടുക്കുന്നു? ആ വ്യക്തി ഒരു പക്ഷെ ആദ്യം 10 കിലോ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അത് 25ഉം പിന്നെ അത് 75ഉം 50യും 75ലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ഹോൾഡ് ചെയ്യണം. ബാലൻസ്ഡ് ആയി, ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ ഞാൻ വീഴില്ല. ഇദ്ദേഹത്തിന്റെ പൊക്കത്തെക്കാളും പ്രായത്തെക്കാളും ആരോഗ്യ ഫിസിക്കിന്റെ ആ ഒരു വെൽത്തിനേക്കാളൊക്കെ അദ്ദേഹത്തിന് ഇതെടുക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസാണ്. ഈ എക്സ്പീരിയൻസ് ലൈഫിൽ വളരെ അത്യാവശ്യമാണ്. നമ്മൾ പറയും എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ സംസാരിക്കുമ്പം നമ്മൾ അത് കേൾക്കണ്ട എന്ന് പറയുന്ന ഒരു തലമുറ ഉണ്ട്. ഇതൊക്കെ ഈ പഴയ പാട്ടുകളൊന്നും കേൾക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അവരുടെ എക്സ്പീരിയൻസിൽ അവർ ഓരോ സ്റ്റെപ്പും എടുത്തപ്പോൾ അവർ സ്വീകരിച്ച ഓരോ ടിപ്സ് ഉണ്ടാകും. ആ ടിപ്സുകൾ നമുക്ക് കീനായിട്ട് വാച്ച് ചെയ്യാം. അതിൽ നമ്മളിൽ വർക്കൗട്ട് ആവുമോ എന്ന് ആരും അറിയാതെ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്കത് വിജയിക്കുകയാണെങ്കിൽ യെസ്, ആ വ്യക്തി പറഞ്ഞ മോട്ടിവേഷൻ നമുക്ക് സ്വീകരിക്കാം. അവിടെ മോട്ടിവേഷൻ വർക്ക് ചെയ്യും. അല്ലാത്തടത്ത് മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന്, മറ്റൊരാളുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ നേടിയെടുത്ത കാര്യങ്ങളെ നിങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞു തരുന്ന മോട്ടിവേഷൻസ് ഒന്നും വില പോവില്ല. പറ്റുമെങ്കിൽ ഈ കാര്യങ്ങൾ കേൾക്കാം.
നിങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എനിക്കിത് സാധിക്കുമോ എന്നുള്ള സെൽഫ് റിയലൈസേഷനിലൂടെ അപ്ലൈ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ കഴിയും, സക്സസ് ആവാൻ കഴിയും. സക്സസും അച്ചീവ്മെൻറ്റും രണ്ടും രണ്ടാണ്. ഓരോ പോയിന്റിലാണ് നമ്മൾ സക്സസ് ആകുന്നത്. ഈ സക്സസ് എന്ന് പറയുന്നത് ലൈഫിൽ ഒരുപാട് പൈസ ഉണ്ടാവുന്നതും ഒരു കോടീശ്വരനാവുന്നതും മാത്രമാണോ സക്സസ്? അല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് സക്സസിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത്? സക്സസ് എന്ന് പറയുന്നത് നിങ്ങളിലെ ഒരു കാര്യം ആഗ്രഹം ജനിച്ചു, നിങ്ങൾ അതിനെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പല മാർഗങ്ങൾ സ്വീകരിച്ചു, പലതിലൂടെ പഠിച്ചു, ഉപദേശങ്ങൾ കേട്ടു. ഈ ഒരു ഒറ്റ കാര്യത്തിൽ നിങ്ങൾക്കതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അറിവ്, നോളജ് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ ആ വിഷയത്തിൽ ചെയ്തു, ആ വിഷയം വിജയിച്ചു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും യെസ്, ഈ പ്രോഗ്രാമിൽ ഞാൻ ഇത് സക്സസ് ചെയ്തു. അതെൻ്റെ ലൈഫിൻ്റെ അച്ചീവ്മെൻ്റ് ആവുന്ന രീതിയല്ല. അച്ചീവ്മെൻ്റ് ഈ അച്ചീവ്മെൻ്റ് അവാർഡ്സ് എപ്പോഴാണ് കൊടുക്കുന്നത്? 60+ ആയവർക്കല്ലേ അച്ചീവ്മെൻ്റ് അവാർഡ്സ് കൊടുക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവില്ലേ, പല സക്സസ്സിലൂടെയാണ് ലൈഫ് അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ അവിടെയാണ് ഈ അച്ചീവ്മെൻറ്റും സക്സസ്സും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ട് കുറേയേറെ കാര്യങ്ങളിൽ നേരത്തെ രാഹുൽ ചോദിച്ച പോലെ തന്നെയുള്ള ഒരു മോട്ടിവേഷനിലൂടെ നമ്മൾ സക്സസ്സിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കത് സക്സസ്സിൽ എത്താൻ കഴിയില്ല. കാരണം ആ വ്യക്തിയുടെ ഓപ്പോസിറ്റ് നിന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത വ്യക്തിയുടെ സക്സസ് മാത്രമാണ് അദ്ദേഹം കണ്ടു പറയുന്നത്. അത് നിങ്ങളുടെ സക്സസ് ആവണം എന്നില്ലല്ലോ. അപ്പം അല്ലേ? അപ്പം നമ്മുടെ സക്സസ് എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അതുകൊണ്ട് ലൈഫിലെല്ലാം വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രോഗ്രാമിൽ സക്സസ് ചെയ്തു. നിങ്ങൾക്കൊരു കാര്യം ഇപ്പം ഒരു IT സംബന്ധിക്കുന്ന ഒരു മീൻസ് ആ ജോബിനെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു പ്രോജക്റ്റ്, ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സാണ് അവിടെ ആ പ്രോജക്റ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. ആ പ്രോജക്റ്റ് വിജയിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അതിന് നല്ല ഗുഡ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റ് മാത്രമാണ് സക്സസ് ആയത്. അതിൽ ആ ചെയ്ത ആ ഗ്രൂപ്പ് മാത്രമാണ് അപ്പോൾ ആ പ്രോജക്റ്റിൽ സക്സസ് ആയത്. അത് അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ജോബിൻ്റെ ആ ഒരു ജേർണിയിൽ അവർ സക്സസ് ആയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് ഈ വ്യത്യാസം വരുന്നത്.